ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം സീരിയസ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ വളരെയധികം കമ്മിറ്റഡ് ആയിട്ടാണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. ഒരു പക്ഷെ നമുക്കത് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ചില പ്രവൃത്തികളിലൂടെ തന്നെയാണ്. നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അവരുടെ പ്രവൃത്തികളിൽ എപ്പോഴും റിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ ചില പ്രവൃത്തികൾ നമുക്ക് നോക്കിക്കൊണ്ട് ആ ഒരു കാര്യം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതൊരു പക്ഷേ അവരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അവരുടെ ചില ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ അവർ അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം, അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരിക്കാം, അവരെക്കുറിച്ചുള്ള രഹസ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഓരോ കാര്യങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം, അതായിരിക്കാം. അല്ലെങ്കിൽ വളരെയധികം ഡീപ്പായിട്ടുള്ള, മറ്റുള്ള ആളുകളോടൊന്നും അങ്ങനെ പറയാത്ത, വളരെ രഹസ്യമായിട്ട്, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അത്തരത്തിൽ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമതായിട്ട് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം സീരിയസ് ആയി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഇതേപോലെ തന്നെ അവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് അവർ ലിസൺ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായി, ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ ഓരോ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കും എന്നുള്ളതാണ്. അതൊരു പക്ഷേ അങ്ങനെയുള്ള പ്ലാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കാം. ആ ഒരു വില്ലിങ്നെസ് അവരുടെ മനസ്സിലുണ്ടായിരിക്കും, അവരത് പറയുകയും അവരുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹമൊക്കെ ഉള്ള വ്യക്തികൾ മാത്രമാണ് ഇത്തരത്തിൽ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ കൂടി ഉൾപ്പെടുത്തുക. സോ അത്തരത്തിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ഫ്യൂച്ചറിലെ ഓരോ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ വളരെയധികം സീരിയസ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് അവരെടുക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വെറുതെ പാലിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാഗ്ദാനങ്ങൾ, പ്രോമിസുകളൊന്നും നിങ്ങൾക്ക് നൽകില്ല. തീർച്ചയായിട്ടും അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുമെന്നുള്ളതാണ്. പലപ്പോഴായി ഓരോ കാര്യങ്ങൾ പറയുന്നു, അത് ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും നിങ്ങളെ ഒരു നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇങ്ങനെയൊരു സ്വഭാവം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എപ്പോഴും അവരെ ബെസ്റ്റായിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അവരുടെ പ്രോമിസുകളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ആ വ്യക്തിയെ കാണണം എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ടായിരിക്കും. മാത്രമല്ല അവർ ഓക്കെ ആണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളായിരിക്കാം പലപ്പോഴും അവർ നിങ്ങൾക്ക് പ്രോമിസ് ആയി നൽകുന്നത്. സോ ഇത്തരത്തിൽ വെറുതെ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും നടപ്പാക്കാത്തൊരു കാര്യം, അങ്ങനെയൊരു സ്വഭാവം ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങളോടൊരു കാര്യം പറയുകയും അതുപോലെ അത് ചെയ്യുകയും, അല്ലെങ്കിൽ അതിനുവേണ്ടി അവരുടെ മാക്സിമം എഫേർട്ട് അവരെടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ വളരെയധികം സീരിയസ് ആയിട്ട് തന്നെയാണ് നോക്കി കാണുന്നത് എന്നുള്ളത്. ഇനി നാലാമത്തെ ഒരു കാര്യമാണ്, നമുക്കറിയാം ഏതൊരു റിലേഷൻഷിപ്പും
മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ സമയം എന്ന് പറയുന്നത്. പരസ്പരം സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ പതിയെ പതിയെ ഫെയ്ഡ് ആയി പോകും എന്നുള്ളതാണ്. ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിലൊക്കെ ഒരു ഗ്യാപ്പ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം സീരിയസ് ആയി കാണുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവരെത്ര ബിസി ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സമയത്തിലെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. നിങ്ങളോട് സംസാരിക്കാനും, നിങ്ങളെ കാണാനും, അവരുടെ വിശേഷങ്ങൾ പറയാനും, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ അവരുടെ ലൈഫിൽ അവർ സമയം കണ്ടെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ വളരെയധികം സീരിയസ് ആയിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. നിങ്ങളെയും അതുപോലെ പ്രാധാന്യമായി അവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അഞ്ചാമതായി, ഇങ്ങനെ സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഹോണസ്റ്റി പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അവരുടെ വാക്കുകളിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും വെറുതെ അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കള്ളങ്ങൾ പറയുക, അല്ലെങ്കിൽ ഒരു ഗുഡ് ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള പ്രോമിസുകളൊക്കെ പറയുക, ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്തരം വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. അവരെന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തിയിലും അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അവരുടെ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ആ ഒരു തോട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള വളരെയധികം റിലേഷൻഷിപ്പിൽ വളരെയധികം സത്യസന്ധമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ കാണാവുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, നിങ്ങളെയും അതുപോലെ ആ റിലേഷൻഷിപ്പിനെയും വളരെയധികം സീരിയസ് ആയി അല്ലെങ്കിൽ വളരെയധികം കമ്മിറ്റ്മെന്റോട് കൂടി നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നൽകാൻ അവർ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് തന്നെയായിരിക്കും. ഒരിക്കലും നിങ്ങളെ വളരെയധികം ഡിസ്കംഫർട്ട് ആക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പ്രഷർ ചെലുത്തിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്തരം വ്യക്തികൾ ചെയ്യില്ല എന്നുള്ളതാണ്. അവരുടെ മാക്സിമം എഫേർട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അത് സാക്രിഫൈസ് ആയിരിക്കാം. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി വെച്ചുകൊണ്ടോ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പ്ലാൻസിലോ കാര്യങ്ങളിലോ ഒക്കെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് കാണുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ അവരുടെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ വളരെയധികം സീരിയസ് ആയിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്. ഫൈനലി, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് കൃത്യമായി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവർ ആ റിലേഷൻഷിപ്പിനെ വ്യക്തമായി ഡിഫൈൻ ചെയ്യും എന്നുള്ളത്. അവർക്കറിയാം ആ റിലേഷൻഷിപ്പ് എന്താണ് അവർ മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ അവരെങ്ങനെയാണ് നോക്കി കാണുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായി ഡിഫൈൻ ചെയ്യും എന്നുള്ളതാണ്. അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ ഒരുപാട് ഉത്തരങ്ങൾ നൽകുക, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇൻഫർമേഷനും തരാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും വളരെയധികം കമ്മിറ്റഡ് ആയി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ സീരിയസ് ആയി നോക്കി കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അവർക്ക് തീർച്ചയായിട്ടും അറിയാം ആ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ അവർ ആ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണോ അവരുടെ മനസ്സിലുള്ള തോട്ട് എന്നുള്ളതൊക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഗഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധൈര്യം അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ വളരെയധികം സീരിയസ് ആയിട്ടാണ് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ വളരെയധികം കമ്മിറ്റഡ് ആയിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളത്. സോ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സപ്പോർട്ടിന് വേണ്ടി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്